السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله وحده والصلاة والسلام على من لا نبي بعده. ബഹുമാനിയരെ, ജീവിതത്തിൽ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്തവരായി ആരുമുണ്ടാകില്ല, അല്ലേ? എത്ര വലിയ സമ്പന്നൻ ആയിരുന്നാലും, എത്ര വലിയ ഭരണാധികാരിയായിരുന്നാലും, എത്ര വലിയ ആളായിരുന്നാലും, ആരായിരുന്നാലും ജീവിതത്തിൽ ഓരോരുത്തരും അവരുടേതായ അള്ളാഹു അവർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. 3 അമലുകൾ, 3 പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ ഏതവസ്ഥയിലും അതിനെ വളരെ ശക്തമായ രീതിയിൽ നമ്മൾ മുറുകെ പിടിച്ചാൽ അല്ലാഹു ജല്ല ജലാലുഹു വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കുന്നതാണ്. നമ്മുടെ പ്രശ്നങ്ങൾ അല്ലാഹു പരിഹരിക്കുന്നതാണ്. ഇനി ബാഹ്യമായി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും ഏറ്റവും വലിയ പ്രശ്നപരിഹാരം എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ സമാധാനമാണ്, സന്തോഷമാണ്, സംതൃപ്തിയാണ്. ഞാൻ ഈ പറയുന്ന 3 കാര്യങ്ങൾ ജീവിതത്തിൽ ഞാനായിരുന്നാലും ആദ്യമായി ഞാൻ എന്നെ ഉപദേശിക്കുകയാണ്, ശേഷം എന്നെ കാണുന്നവരോടും നമ്മൾ മുറുകെ പിടിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രശ്നങ്ങൾക്ക് മഖ്റജ്, പ്രശ്നങ്ങളിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള വഴി അള്ളാഹു കാണിച്ചു തരുന്നതാണ്. അതല്ല എങ്കിൽ അള്ളാഹു നേരിട്ട് സഹായിച്ച പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ്. 1, നിരന്തരമായി ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹ്. അതല്ല എങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ റബ്ബി മിൻ കുല്ലി ദംബിൻ വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈ. ഇസ്തിഗ്ഫാർ, നിങ്ങൾക്ക് അറിയാവുന്ന ഇസ്തിഗ്ഫാറിൻ്റെ വാചകങ്ങൾ. അധികമായി ഇസ്തിഗ്ഫാർ ചൊല്ലുക. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും ഏത് സന്ദർഭത്തിലും അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ് വ അതൂബു ഇലൈ എന്ന് അധികമായി ചൊല്ലിക്കൊണ്ടിരിക്കുക. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികൾ ജീവിതത്തിൽ തുറക്കപ്പെടും. ഉറപ്പാണ്. അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യുകയും അവനോട് പാപമോചനം തേടുകയും ചെയ്യുന്ന അടിമയ്ക്ക് അള്ളാഹു വഴികൾ തുറന്നു കൊടുക്കും. 2, അധികമായി സ്വലാത്ത് ചൊല്ലുക. ഇത് നമ്മുടെ ശീലമാക്കി മാറ്റണം. അധികമായി സ്വലാത്ത് എത്രമാത്രം ചൊല്ലാൻ കഴിയുമോ അത്രമാത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുക. 3, രാത്രിയുടെ ഏകാന്തതയിൽ, എല്ലാവരും സുഖനിദ്രയിലായിരിക്കുന്ന സന്ദർഭത്തിൽ രാത്രിയുടെ ഏകാന്തതയിൽ നല്ല രീതിയിൽ വുളൂ ചെയ്ത് ഏറ്റവും കുറഞ്ഞത് 2 റക്അത്ത്, തഹജ്ജുദ് നമസ്കാരം കൂടിയത് 8 റക്അത്ത് വരെ, അതാണ് സുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ. ഏറ്റവും കുറഞ്ഞത് 2 റക്അത്ത് നിസ്കരിച്ച് താണ്ടേ ഈ മുസല്ല 2 റക്അത്ത് നിസ്കരിച്ച് മുസല്ലയിലിരുന്ന് അള്ളാഹുവിനോട് തൻ്റെ മുഴുവൻ പ്രശ്നങ്ങളും തുറന്നു പറയുക. തൻ്റെ സർവ്വ പ്രയാസങ്ങളും, അത് താനുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, തൻ്റെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ, സമുദായവുമായി ബന്ധപ്പെട്ടതായിക്കോട്ടെ. ഒരു കൊച്ചു കുട്ടി എങ്ങനെയാണോ ഒരു മാതാവിൻ്റെ മുമ്പിൽ കരയുന്നത് അവൻ്റെ ആവശ്യം പറഞ്ഞുകൊണ്ട്, അതില്ലെങ്കിൽ ഒരു പിച്ച ചോദിക്കാൻ വരുന്ന വ്യക്തി എങ്ങനെയാണോ പിച്ച ചോദിക്കുന്നത്, അതുപോലെ അതില്ലെങ്കിൽ അതിലും താഴ്ന്ന രീതിയിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ തൻ്റെ എല്ലാ പ്രശ്നങ്ങളും കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പറയുക. കുറച്ച് ദിവസം ഈ ഒരു പ്രവൃത്തി, ഈ 3 പ്രധാനപ്പെട്ട അമലുകൾ കുറച്ച് ദിവസം നമ്മളൊന്ന് കൃത്യനിഷ്ഠയോടുകൂടി ഒന്ന് ചെയ്തു നോക്കിക്കേ. ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ മാറ്റങ്ങൾ അല്ലാഹു കൊണ്ടുവരും. സഹോദരങ്ങളെ,
ദീനിപരമായും ദുനിയവിപരമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഫുതൂഹാത്തിൻ്റെ വിജയങ്ങളുടെ വാതിലുകൾ അല്ലാഹു തുറക്കുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി എനിക്ക് ഇതിൽ അമൽ ചെയ്യാനും നിങ്ങൾക്ക് അമൽ ചെയ്യാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.